ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കമല ഫോണും നോക്കി കിടക്കുകയാണ്. അന്നേരം വൈജയന്തി റൂമിലേക്ക് വരും. അപ്പോൾ കമല വേഗം ഫോണൊക്കെ ഓഫ് ചെയ്ത് ഉറക്കം നടിച്ച് കിടക്കും. അപ്പോൾ വൈജ വന്ന് കമലേനെ തട്ടി വിളിച്ചിട്ട് ചോദിക്കും, എന്താ കമലയുടെ തീ വെയ്യേ? ഇന്നലെ രാത്രി മുതൽ എനിക്ക് തീരെ വെയ്യ വൈജ, പനി വരാൻ പോണ പോലെ പറയും. അപ്പോൾ വൈജയന്തി പറയും, ഇന്നലെ വൈകുന്നേരം വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ, ഇന്നലെ രാത്രി മുതൽ എനിക്ക് വെയ്യാണ്ടായതെന്ന് പറയും. വൈജയന്തി ചോദിക്കും, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ചെയ്യുക, അമ്മയ്ക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേന്ന്. അപ്പോൾ കമല പറയും, അത് ശരിയാ, ഇവിടെയാണെങ്കിൽ സർവൻറ്റും ഇല്ല, അമ്മയ്ക്ക് ബിസ്ക്കറ്റ് റസ്ക് ഇരിക്കുന്നുണ്ട്, കാപ്പിയും കൊടുക്കാം. അപ്പം നിൻ്റെ കാര്യം കഷ്ടം, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കൊന്ന് ഉപവാസം ഇരിക്കാമെന്ന് പറയും. ജിജി പറഞ്ഞിട്ടുണ്ട് ഉപവാസം ഇരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ വൈജ പറയും, കമലയിടത്തി ഉപവാസം ഇരുന്നോ, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അത് പറഞ്ഞിട്ട് വൈജ പോവും. കമലയുടെ അടവ് വൈജയന്തിക്ക് മനസ്സിലായിട്ടുണ്ട്. അടുത്തത് മനു വരും. അമ്മ എന്താ കിടപ്പിലായോ? അപ്പോൾ കമല പറയും, ഓ എനിക്ക് വയ്യാതായി, അന്വേഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഞാൻ അന്വേഷിച്ചില്ലേ. കമല പറയും, എനിക്ക് ഭയങ്കര നടുവേദന. അപ്പോൾ ചായ ഇട്ട് കൊണ്ടുവരുമ്പോൾ ഒരു കുഴപ്പം കണ്ടില്ലല്ലോ. അപ്പോൾ കമല പറയും, അത് കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാ. മനുവിന് കാര്യം മനസ്സിലായി. മനു പറയും, എനിക്കിതൊരു സ്ട്രൈക്ക് പോലെ തോന്നണത്. കമല പറയും, എന്ത് സ്ട്രൈക്ക്? അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ട് ആരും സൂഹിക്കേണ്ടെന്ന്. അപ്പോൾ കമല പറയും, ഓ നിനക്ക് മനസ്സിലായല്ലോ, അത് തന്നെ കാര്യം. അപ്പോൾ മനു പറയും, എന്തിനാ അമ്മ ഈ കുശുമ്പ്? എന്തായാലും ഈ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നത് അമ്മ തന്നെയാണ്, അപ്പോൾ ഒരാൾക്കും കൂടി എക്സ്ട്രാ എഫേർട്ടൊന്നും വേണ്ടല്ലോ എന്ന്. അപ്പോൾ കമല പറയും, ഇത് അവൾക്കും ആകാലോ, ഒരു നേരം അടുക്കള കയറിയെന്ന് വല്ലത് കരുതിയിട്ട് വല്ലതും തേഞ്ഞു പോകുമോ? 3 നേരം കഴിക്കുന്നുണ്ടല്ലോ, എവിടുന്നാണ് കൊണ്ടുവരുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എങ്ങാനും അന്വേഷിക്കുന്നുണ്ടോ? അപ്പോൾ മനു പറയും, ആൻറ്റി ആകെ ഡെസ്പായിട്ടിരിക്കല്ലേ, ഹസ്ബൻഡിന് വേണ്ട, മക്കൾക്ക് വേണ്ട, ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് നേരെ നടക്കാൻ കൂടി ആയിട്ടില്ല, അതിന് പുറമെ ഒരു വീട്ടുജോലിക്കാരി വന്ന് വീട് കൈയടക്കിയെന്നൊരു തെറ്റിദ്ധാരണയും. അപ്പോൾ കമല പറയും, ഇതൊക്കെ ആരുടെ കുറ്റം കൊണ്ടാ? അവളുടെ സ്വഭാവ ഗുണം കൊണ്ടല്ലേ, എനിക്കിതൊന്നും താങ്ങേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ മനു പറയും, ഞാനും പട്ടിണിയാകുമല്ലോ നിങ്ങളുടെ സമരം കാരണം, മുത്തശ്ശിക്ക് എന്താ ചെയ്യാം? അപ്പോൾ കമല പറയും, നീ പുറത്ത് പോയി കഴിക്കും, മുത്തശ്ശിക്ക് ഇവിടെ റസ്ക്കും ബിസ്ക്കറ്റൊക്കെ ഉണ്ട്, ഒരു നേരം അതൊക്കെ മതിയെന്നും. ആൻറ്റി മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇത് അമ്മയുടെ അടവാണെന്ന്. അപ്പോൾ കമല പറയും, അവൾ മനസ്സിലാക്കട്ടെ, അവളെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. മനു പറയും, ശരി നടക്കട്ടെ, ഞാനും അച്ഛനൊക്കെ പുറത്ത് പോയിട്ട് ബിരിയാണി കഴിച്ചോളാന്ന്. കമല പറയും, എനിക്കും കൂടി ഒരെണ്ണം വാങ്ങിക്കടാ. ബാലേന്ദ്രൻ ഗോവർദ്ധനെയും കൂട്ടിയിട്ട് എങ്ങോട്ട് യാത്ര പോകണമെന്ന് പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ പെട്ടിയൊക്കെ റെഡിയാക്കി യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിൽ ഇറങ്ങി വരികയാണ്. അപ്പോൾ ബബിതയും കൃഷ്ണയും രോഹിത്തും അലീനയും ഒക്കെ യാത്രയാക്കാൻ വന്ന് നിൽക്കും. അപ്പോൾ അലീന ബാലേന്ദ്രൻ ചോദിക്കും, മരുന്നൊക്കെ എടുത്തില്ലേ? പിന്നെ ഗോവർദ്ധന അങ്കിൾ എവിടെ ചോദിക്കും. അപ്പോൾ ഗോവർദ്ധനൻ കടയിലാണ്, ഞാൻ പോണ വഴി അവനെയും കൂട്ടി പോകാനാന്ന് പറയും. അലീന രോഹിത്തിനോട് പറയും, ഈ പെട്ടിയൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ച് കൊടുക്കാൻ. അപ്പോൾ ബാലേന്ദ്രൻ പറയും, മക്കളെല്ലാവരും കൂടി എന്നെ രോഗിയാക്കണ്ട, അതൊക്കെ ഞാൻ തന്നെ എടുത്ത് വെച്ചോളാന്ന്. അപ്പോഴേക്കും രോഹിത്ത് പെട്ടിയൊക്കെ എടുത്ത് ഇറങ്ങാൻ നേരം ബാലേന്ദ്രൻ ചോദിക്കും, അപ്പോൾ എങ്ങനെ എറണാകുളത്തേക്ക് എപ്പോഴാണ്? ഒരു 15 മിനിറ്റിനുള്ളിൽ റെഡി ആവുമെങ്കിൽ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി തരാമെന്ന് പറയും. അപ്പോൾ ബബിത പറയും, ഞങ്ങൾക്ക് ഇനി കുറച്ച് പാക്കിങ് കൂടിയേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങുമെന്ന് പറയും. ബാലേന്ദ്രൻ പറയും, വൈജിയോ ഞാനോ ഇല്ലാണ്ട് ആദ്യമായിട്ടാണ് ഇവർ ഒറ്റയ്ക്ക് വിടണത്, എന്നോട് പ്രത്യേകിച്ച് നോക്കാൻ പറയേണ്ട ആവശ്യമില്ല, എന്നാലും പറയാണ് അലീനോട് അവരെ നോക്കിക്കോണം എന്ന് പറയും. അപ്പോൾ അലീന പറയും, അച്ഛനൊന്നും ആലോചിക്കേണ്ട, അച്ഛൻ്റെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി, അവിടെ പോയി നേരെ കാര്യം നടത്തിയിട്ട് പോരെ, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. അങ്ങനെ മക്കളെ കൂടി യാത്രയൊക്കെയാണ്. ബാലേന്ദ്രൻ കാറിൽ കയറി അങ്ങനെ പോകുന്നു. ബാലേന്ദ്രനെയൊക്കെ യാത്രയാക്കിയിട്ട് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. അലീന പറയും, അച്ഛൻ പോയ സ്ഥിതിക്ക് നമുക്കും വൈകിക്കണ്ട, എത്രയും പെട്ടെന്ന് നമുക്കും പോകാമെന്ന് പറയും. അപ്പോൾ ബബിത ചോദിക്കും, അച്ഛൻ എങ്ങോട്ടാണ് പോയെന്ന് ചേച്ചിക്കൊരു ധാരണയില്ല ചോദിക്കും. അപ്പോൾ അലീന പറയും, എനിക്കൊരു എത്തും പൊടിയും കിട്ടണില്ല, എങ്ങോട്ടാണ് പോയെന്ന് എനിക്കറിയില്ല പറയും. അപ്പോൾ രോഹിത്ത് പറയും, ചേച്ചി ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണെങ്കിലോ പറയും. അപ്പോൾ അലീന പറയും, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ബബിത ചോദിക്കും, ചേച്ചിക്ക് എൻ്റെ വല്ല ആവശ്യമുണ്ടോ, അത് കാരണം അച്ഛൻ പോയെന്ന് പറയും. അപ്പോൾ അലീന പറയും, അത് ശരി തന്നെയാണ്, പക്ഷേ വൈജയന്തി മേഡം ഇങ്ങോട്ട് തിരിച്ചു വരണമെങ്കിൽ ഞാൻ പോയാലേ പറ്റുമെന്ന്. അലീന പറയും, എന്നാൽ വൈകിക്കണ്ട, നമുക്ക് വേഗം പോവാമെന്ന് പറയും. അപ്പോൾ രോഹിത്ത് പറയും, എന്നെ ഒഴിവാക്കിയേക്കണേ, ഞാൻ വരുന്നില്ല, എനിക്ക് അവിടെ എന്നാൽ കൂട്ടുണ്ടാവില്ല, നിങ്ങൾ 4 പെൺകുട്ടികളുണ്ടാവും, പിന്നെ ഞാൻ ഒറ്റയ്ക്കാവുമെന്ന് പറയും.
അത് മാത്രമല്ല അവർ ന്യൂസ് പേപ്പറും ടി വിയൊക്കെ കാണണമല്ലോ, എൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയില്ലേ എന്ന് പറയും. അലീന പറയും നിൻ്റെ ഈ ചമ്മലുണ്ടല്ലോ അതും കൂടി മാറ്റാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകണമെന്ന് പറയും. അപ്പോൾ രോഹിത്ത് പറയും അതൊക്കെ പതിയെ മാറിക്കോളും, എന്നെ മറ്റുള്ളവരെ മുന്നിൽ കോഴിക്ക് തീറ്റിട്ട് കൊടുക്കണ പോലെ ഇട്ട് കൊടുക്കല്ലേ എന്ന് പറയും. അപ്പം അലീന പറയും നീ ഇല്ലേ ഞങ്ങളാരും പോവില്ല എന്ന്. അപ്പോൾ രോഹിത്ത് പറയും എന്നാൽ ശരി ഞാൻ വരാം, പക്ഷേ ഞാൻ എവിടെയെങ്കിലും മാറിയിരിക്കും, നിങ്ങളെ ഡ്രൈവറാന്ന് വിചാരിച്ചാൽ മതി പറയും. അപ്പം അലീന പറയും എന്നാൽ ശരി പറയും. അടുത്തതായി കാണിക്കുന്നത് രേവതിക്കുട്ടിയുടെ വീടാണ്. അപ്പോൾ അലീന ഗ്രേസമ്മേനെ ഫോൺ ചെയ്യണം. അപ്പോൾ കോള് മാമച്ചൻ എടുക്കാൻ വന്നപ്പോഴേക്കും അത് ഓഫായി. ഗ്രേസമ്മ തിരിച്ച് വിളിക്കുമ്പോൾ അലീനയാണ് വിളിച്ചത്. അലീനയായിരുന്നു. ഞാൻ അലീനയാ, ബിസി ആയിരുന്നു ചോദിക്കും. അല്ല അത് അടുത്ത ദിവസം അവിടെ ആരെങ്കിലും ഗസ്റ്റ് ആരെങ്കിലും വരുന്നുണ്ട് ചോദിക്കും. അപ്പോൾ ഗ്രേസമ്മ പറയും ഇല്ല, ഞങ്ങൾക്കൊരാഗ്രഹം 2 ദിവസം അവിടെ വന്ന് നിൽക്കണം എന്ന് പറയും. അപ്പോൾ ഗ്രേസമ്മ പറയും ഇത്ര ഫോർമാലിറ്റി ഒന്നും വേണ്ട കേട്ടോ, നിൻ്റെ സ്വന്തം വീട് പോലെ കരുതിയാൽ മതി, നിനക്ക് തോന്നുമ്പോൾ ഇങ്ങോട്ട് വരാൻ തോന്നുമ്പോൾ പോവാന്ന് പറയും. അപ്പോൾ അലീന പറയും ഞാൻ ഒറ്റയ്ക്കല്ല ആൻറ്റി വരുന്നത്, അതാണ് പ്രശ്നം എന്ന് പറയും. കൂടെ എൻ്റെ അനിയത്തിമാരും ഉണ്ട്, പിന്നെ രോഹിത്തുണ്ട് പറയും. അപ്പോൾ ഗ്രേസമ്മയ്ക്ക് ഭയങ്കര സന്തോഷവും. അതിനെന്താ എല്ലാവരും കൂടി വരാൻ പറയും. അലീന പറയും എൻ്റെ വലിയൊരാഗ്രഹം എൻ്റെ സഹോദരിമാരെയും കൂട്ടിയിട്ട് അങ്ങോട്ട് വരണം എന്നുള്ളത്, ഇനിയിപ്പോൾ ഇത് സാധിച്ചില്ലെങ്കിലോ പറയും. അതെന്താ നീ അങ്ങനെ പറഞ്ഞു ചോദിക്കും. അപ്പം അലീന പറയും ഞാൻ ഇവിടുന്ന് പോവാം ആൻറ്റി. അപ്പോൾ എന്താ കാര്യം ചോദിക്കും. അതൊക്കെ ഞാനവിടെ വന്നിട്ട് പറയാമെന്ന് പറയും. അലീന എന്നിട്ട് ഫോൺ വയ്ക്കും. ഗ്രേസമ്മ മാമച്ചനോട് പറയും 2 ദിവസത്തേക്ക് അലീനയും അവരുടെ സഹോദരിമാരും വരുന്നുണ്ട് പറയും. മാമച്ചന് ഭയങ്കര സന്തോഷവും. അവർക്ക് വരുമ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കണ്ടേ പറയും. എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ഇപ്പോൾ പറയണമെന്ന് പറയും. അപ്പോൾ എന്താ വാങ്ങിക്കേണ്ടത് അത് നമുക്ക് രേവതിക്കുട്ടിയോട് ചോദിക്കാമെന്ന് പറയും. ശരിയെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷത്തിലാവും അവർ. ബബിത പോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണ്. അപ്പോൾ കൃഷ്ണ അങ്ങോട്ട് വരും. കൃഷ്ണോട് ചോദിക്കും നിൻ്റെ പാക്ക് ചെയ്യലേ കഴിഞ്ഞ് ചോദിക്കും. അപ്പോൾ കൃഷ്ണ പറയും കഴിഞ്ഞു, എന്നാലും എന്തൊക്കെ ആക്കണം എന്നൊരു ഡൗട്ട് എന്ന് പറയും. അപ്പോൾ ബബിത പറയും ഞാൻ ഇതൊക്കെ ആക്കിയിട്ടുണ്ട്, എൻ്റെ പാക്ക് ചെയ്യൽ ഇതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന് പറയും. നമ്മൾ 2 ദിവസത്തേക്കുള്ള ഡ്രസ്സ് എടുത്ത പോരെന്ന് ചോദിക്കും. അപ്പോഴേക്കും അലീന അങ്ങോട്ട് വരും. അലീന ചോദിക്കും പാക്ക് ചെയ്യലേ കഴിഞ്ഞു ചോദിക്കും. അപ്പോൾ ബബിത പറയും എത്ര ദിവസത്തേക്കുള്ള ഡ്രസ്സ് എടുക്കണം എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയും ഒരു 3 ദിവസത്തേക്കുള്ള എടുത്തോ, ഒരു സേഫ്റ്റിക്ക്. പിന്നെ രേവതിക്കുട്ടിയാണ് അവിടെ ഒക്കെ പ്ലാൻ ചെയ്യണത്. കൊല്ലത്തേക്ക് പോകണം ചിന്നക്കുട്ടിയുടെ അടുത്തേക്ക്, ആ പ്ലാനിങ് മാത്രമേ എനിക്കറിയുള്ളൂ, ബാക്കിയൊക്കെ അവളുടെ കയ്യിലാണ്. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് 3 ജോഡി എടുത്തോളാൻ പറയും. മാക്സിമം 3 ദിവസം, നമുക്ക് അച്ഛൻ വരുമ്പോഴേക്കും തിരിച്ച് വരണ്ടേ പറയും. അപ്പോൾ ബബിത പറയും ശരി അച്ഛൻ വരുമ്പോഴേക്കും തിരിച്ച് വരണമെന്ന് പറയും. ഞാൻ രോഹിത്ത് റെഡിയായി നോക്കട്ടെ പറഞ്ഞിട്ട് അലീന പോവും. അടുത്തതായി കാണിക്കുന്നത് ഗോവർദ്ധനെയാണ്. വണ്ടി ഓടിക്കണം. ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് താൻ വീട്ടിൽ എന്ത് പറഞ്ഞിട്ടാണ് പോകുന്നതെന്ന്. ഞാൻ ബാലേട്ടൻ്റെ കൂടെയെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും എൻ്റെ അടുത്ത് ചോദിച്ചില്ല. ബാലേന്ദ്രൻ പറയാൻ നന്നായി, താൻ വിശ്വസ്തനായതുകൊണ്ടാണ് തന്നെ ഞാൻ കൂടെ കൂട്ടിയത്, ഇല്ലെങ്കിൽ ഒരു ഡ്രൈവറെ കൊണ്ടുപോയാനേന്ന് പറയും. നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയെന്നോ ആരൊക്കെ കണ്ടെന്നോ 3ാമത്തെ ഒരാൾ അറിയരുത്. അപ്പോൾ ഗോവർദ്ധൻ പറയും ഏതായാലും ഞാൻ പറയില്ല, പക്ഷെ എനിക്കൊരു സംശയമുണ്ട്, അലീന വീട്ടിൽ നിന്ന് പോകുന്നതോടെ എല്ലാ പ്രശ്നങ്ങളും തീരുമോ ചോദിക്കും. അപ്പോൾ ബാലേന്ദ്രൻ പറയും അങ്ങനെയാണ് എല്ലാവരുടെയും വിശ്വാസം, പക്ഷേ അലീന പോകുന്നതോടെ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ പോകുന്നുള്ളൂ പറയും. അപ്പോൾ ഗോവർദ്ധൻ ചോദിക്കും അതെന്താ ബാലേട്ട പറയും. അപ്പോൾ ബാലേന്ദ്രൻ പറയും എടോ എൻ്റെ വീട്ടിൽ പത്തായത്തിലൊരു വലിയ കുട ഇരിക്കുന്നുണ്ട് പറയും. അലീനയാണ് ആ കുടത്തിൻ്റെ അടപ്പ്. അലീന പോകുന്നതോടെ ആ ഭൂതം പുറത്ത് ചാടും എന്ന് പറയും. പിന്നെ അലീന വിചാരിച്ചാൽ പോലും ആ ഭൂതത്തെ പിടിച്ചു നിർത്താൻ പറ്റില്ല. ആ ഭൂതം വൈജയന്തിയായിട്ട് വട്ടം ചുറ്റിക്കുമെന്ന് പറയും. വൈജയന്തി തിരിച്ചു വരുന്നതോടെ ഈ ഭൂതം വൈജയെ കയറി പിടിക്കും.